പത്തനംതിട്ട കുമ്പഴയിൽ തമിഴ്നാട് സ്വദേശിനിയായ ബാലികയെ അതിക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന രണ്ടാനച്ഛന് വധശിക്ഷ. പത്തനംതിട്ട അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻ കോടതി 1 പോക്സോ കോടതി ജഡ്ജി ജയകുമാർ ജോണിൻ്റേതാണ് ശ്രദ്ധേയമായ വിധി. തമിഴ്നാട് വിരുതുനഗർ ശിവകാശി തളുക്കുപെട്ടി ആനയൂർ കിഴക്ക് തെരുവിൽ ഡോർ നമ്പർ 129 അലക്സ് പാണ്ഡ്യ 26 കോടതി ശിക്ഷിച്ചത്. പ്രതിക്കെതിരെ കൊലപാതകം, ബലാത്സംഗം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ തെളിഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം വിചാരണ പൂർത്തിയാക്കി 7-ന് വിധി പ്രസ്താവിക്കാൻ വെച്ചിരുന്ന കേസ് തിങ്കളാഴ്ചത്തേക്ക് വിധി പറയാൻ മാറ്റിയിരുന്നു. കൊലപാതക കുറ്റത്തിന് മരണം വരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചപ്പോൾ 2 ലക്ഷം രൂപ പിഴയും ശിക്ഷിച്ചു. പിഴ അടച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിച്ച് കെട്ടണം. ദേഹോദ്രം ഏൽപ്പിച്ചതിന് വിവിധ വകുപ്പുകളിലായി 8 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം അധിക കഠിന തടവ് അനുഭവിക്കണം. പോക്സോ 4, 3 വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റകൃത്യത്തിന് 25 വർഷം കഠിന തടവും 75,000 രൂപ പിഴയും ശിക്ഷിച്ചു. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം അധിക കഠിന തടവ് അനുഭവിക്കണം. പോക്സോ നിയമത്തിലെ 6, 5(1), M, 5(N), 5(P) എന്നീ വകുപ്പുകൾ അനുസരിച്ച് 20 കൊല്ലം വീതം കഠിന തടവും 50,000 രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു. പിഴ അടച്ചില്ലെങ്കിൽ 6 മാസം അധിക കഠിന തടവ് അനുഭവിക്കണം. ബാലനീതി നിയമത്തിലെ വകുപ്പ് 75 പ്രകാരം 1 വർഷത്തെ കഠിന തടവും 50,000 രൂപ പിഴയുമാണ് ശിക്ഷിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 3 മാസം അധിക കഠിന തടവ് അനുഭവിക്കണം. വധശിക്ഷ ഒഴികെ വിധിന്യായത്തിൽ പറയുന്ന ഈ ശിക്ഷകളെല്ലാം ഒരുമിച്ചൊരു കാലയളവിൽ അനുഭവിച്ചാൽ മതി. പിഴത്തുകയുടെ പകുതി കുട്ടിയുടെ മാതാവിന് നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു. കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് നവീൻ എം ഈശോ ഹാജരായി. പ്രതിയെ പിടികൂടുന്നതിന് പോലീസിന്റെ കൃത്യമായ ആസൂത്രണത്തോടെയുള്ള അനന്യമായ അന്വേഷണം, ചടുലമായ നീക്കങ്ങൾ. പ്രതി ഉടനടി പോലീസിന്റെ വലയിലായി. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്നും സംഭവ ദിവസം വൈകിട്ട് 5:45 സ്റ്റേഷനിൽ ഇന്റിമേഷൻ എത്തുന്നത്. തുടർന്ന് SHO ആയിരുന്ന ഇൻസ്പെക്ടർ ബിനീഷ് ലാൽ അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. അന്നത്തെ ജില്ലാ പോലീസ് മേധാവി R. നിശാന്തിനിയുടെ ഉത്തരവുപ്രകാരം പത്തനംതിട്ട DSP പ്രതികുമാറിന്റെ മേൽനോട്ടത്തിൽ ഉടനടി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. അന്വേഷണ സംഘത്തിലെ ഓരോരുത്തർക്കും ഓരോ ചുമതല വീതിച്ചു കൊടുത്തിരുന്നു. പ്രതിയായി സംശയം പറഞ്ഞ അലക്സ് പാണ്ഡ്യനെ 6 മണിക്ക് കസ്റ്റഡിയിലെടുത്ത് പത്തനംതിട്ട സ്റ്റേഷനിൽ എത്തിച്ചു. പത്തനംതിട്ട കുലശേഖരപ്പേട്ടയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. കുട്ടിയുടെ മാതാവിന്റെ മൊഴി അടിസ്ഥാനമാക്കി നടത്തിയ കുറ്റമറ്റ അന്വേഷണത്തിൽ കൊലപാതകമെന്ന് വ്യക്തമായിരുന്നു. സ്ഥിരമായി ഇയാൾ കുട്ടിയെ മർദ്ദിക്കുകയായിരുന്നു എന്ന് അവർ വെളിപ്പെടുത്തി. കത്തികളും തവിയും മറ്റും ഉടനടി പോലീസ് വീട്ടിൽ നിന്നും കണ്ടെടുത്തിരുന്നു. വിശദമായ ചോദ്യം ചെയ്യൽ പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് അറസ്റ്റ് ചെയ്തു. കുറ്റസമ്മത മൊഴിയും രേഖപ്പെടുത്തി. തമിഴ്നാട്ടിലെ ഇയാളുടെ താമസ സ്ഥലത്തും കുട്ടിയെ മാരകമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച ഫാമിലും എത്തി പത്തനംതിട്ട പോലീസ് വിശദമായ അന്വേഷണം നടത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു. ഇയാളുടെ താമസ സ്ഥലം ഉൾക്കൊള്ളുന്ന മാറനേരി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരാളെ ദേഹോദ്രം ഏൽപ്പിച്ച കേസിൽ 2ാം പ്രതിയാണെന്നും കണ്ടെത്തിയിരുന്നു. കനകയെ കാണാതായതിന് കുട്ടിയുടെ പിതാവ് താമസ സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്ന് നടത്തിയ അന്വേഷണത്തിൽ അലക്സിനൊപ്പം പോയതായി കണ്ടെത്തി. കൃത്യമായ പ്ലാനിങ്ങോടെ പഴുതടച്ച അന്വേഷണം സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കി. ബിനീഷ് ലാൽ തന്നെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി അഡ്വക്കേറ്റ് നവീൻ എം ഈശോയെ നിയമിച്ച് ഉത്തരവായി. വിചാരണ സമയത്ത് എല്ലാ സാക്ഷികളും കൃത്യമായ മൊഴികൾ നൽകിയതും സാഹചര്യ തെളിവുകളും പ്രോസിക്യൂഷന് സഹായമായി. തല, നെഞ്ച്, വയർ എന്നിവിടങ്ങൾ ഏറ്റ ഗുരുതരമായ പരുക്കൾ മരണത്തിന് കാരണമായി ശാസ്ത്രീയ അന്വേഷണം തെളിഞ്ഞു. കൊലപാതകം, ലൈംഗിക അതിക്രമം എന്നീ കുറ്റങ്ങൾ തെളിയിക്കപ്പെട്ടു. DNA പരിശോധന ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളും പ്രോസിക്യൂഷന് ബലമേകി. പ്രത്യേക അന്വേഷണ സംഘത്തെ പത്തനംതിട്ട DSP ആയിരുന്ന പ്രദീപ് കുമാറാണ് നയിച്ചത്. ജില്ലാ പോലീസ് മേധാവിയുടെ സമയാസമയമുള്ള നിർദ്ദേശങ്ങളനുസരിച്ച് നീങ്ങിയ അന്വേഷണ സംഘം ഏറെ ശ്രമകരമായാണ് പ്രതിയെ കീഴടക്കിയതും അന്വേഷണം പൂർത്തീകരിച്ചതും. പത്തനംതിട്ട SHO KV ബിനീഷ് ലാൽ, മലയാലപ്പുഴ SHO മനോജ് കുമാർ, വുമൺ സെൽ ഇൻസ്പെക്ടർ ലീലാമ്മ, പത്തനംതിട്ട SIമാരായിരുന്ന സഞ്ജു ജോസഫ്, സവിൻ രാജ്, സന്തോഷ്, ASIമാരായ സന്തോഷ്, ആൻസി, CPO അരുൺ ദേവ് എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. പ്രതിയെ പിടികൂടുന്ന നാടകീയ രംഗങ്ങൾ. പിടികൂടിയ രാത്രിയിൽ തന്നെ പ്രതി കൈവിലങ്ങുമായി രക്ഷപ്പെട്ടു. പോലീസ് ജീപ്പിന്റെ ചില്ല് തകർക്കുകയും ചെയ്തു. പോലീസും നാട്ടുകാരും ചേർന്ന്
രാത്രി മുഴുവൻ ഉറക്കമളച്ച് നടത്തിയ തെരച്ചിലാണ് കുമ്പഴ തുണ്ടുമൺകരയിൽ നിന്നും പുലർച്ചെ 6 മണിയോടെ പ്രതിയെ പിടികൂടിയത്. വിചാരണയ്ക്കിടെ പ്രതി ഒരു തവണ കോടതി വളപ്പിൽ ആത്മഹത്യയ്ക്കും ശ്രമിച്ചിരുന്നു.